CPM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പൊതുസമ്മേളന നഗരിയായ നാരായണ നഗറിൽ പതാക ഉയർന്നു. കൊയിലാണ്ടിയിലെ രക്തസാക്ഷി PV സത്യനാഥന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച പതാക ജാഥയും വാണിമേലിലെ KP കുഞ്ഞിരാമൻ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച കൊടിമര ജാഥയും നാരായണ നഗറിൽ സംഗമിച്ചു. വടകര മുനിസിപ്പൽ ചെയർപേഴ്സൺ KP ബിന്ദു സമ്മേളന നഗറിൽ പതാക ഉയർത്തി. ജനുവരി 29, 30, 31 തീയതികളിൽ വടകരയിൽ നടക്കുന്ന CPIM ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളന നഗരിയിൽ പതാക ഉയർന്നു. സ്വാഗത സംഘം ചെയർപേഴ്സൺ KP ബിന്ദു പൊതുസമ്മേളന നഗരിയായ നാരായണ നഗരം ഗ്രൗണ്ടിലെ സീതാറാം യെച്ചൂരി നഗറിൽ പതാക ഉയർത്തി. കൊയിലാണ്ടിയിലെ ധീര രക്തസാക്ഷി PV സത്യനാഥന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച പതാക ജാഥയും വാണിമേലിലെ ധീര രക്തസാക്ഷി KP കുഞ്ഞിരാമൻ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച കൊടിമര ജാഥയും മേപ്പയിൽ സംഗമിച്ച് ബാൻഡ് വാദ്യത്തിന്റെയും നൂറുകണക്കിന് റെഡ് വളണ്ടിയർമാരുടെയും പാർട്ടി നേതാക്കളുടെയും പ്രവർത്തകരുടെയും അകമ്പടിയോടെ നാരായണ നഗറിലെത്തി. ജില്ലാ കമ്മിറ്റി അംഗം K പുഷ്പജ പതാകയും ഏരിയ സെക്രട്ടറി TP ഗോപാലൻ കൊടിമരവും ഏറ്റുവാങ്ങി. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ ഒഞ്ചിയം ഏരിയ സെക്രട്ടറി TP ബിനീഷ് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി P മോഹനൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ A പ്രദീപ് കുമാർ, KK ലതിക, സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ C ഭാസ്കരൻ, M മഹബൂബ്, K ദിനേശൻ, ഏരിയ കമ്മിറ്റി അംഗം TC രമേശൻ എന്നിവർ സംസാരിച്ചു. നഗരനോ വടകരക്കോ ഉൾക്കൊള്ളാനാവാത്ത വിധത്തിൽ നാടിന്റെ നാനാഭാഗത്തുനിന്നുമായി ആളുകൾ നൂറുകണക്കിന് ആയിരക്കണക്കായ ജനത പതിനായിരങ്ങൾ ഒടുങ്ങിയെത്തും. എങ്ങനെ ഇതെല്ലാം ഉൾക്കൊള്ളും എന്നുള്ളത് ഒരു പ്രയാസകരമായ കാര്യമാണ്. ഞങ്ങൾ എല്ലായിടത്തും ആളെ നിശ്ചയിച്ചിട്ട് ഇത്ര വരണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പറയാതിരുന്നത് ഉൾക്കൊള്ളാനുള്ള ശേഷി വടകരക്കുണ്ടാവില്ല എന്ന തിരിച്ചറിവ് കൊണ്ടാണ് ഇവിടെ 4501 ബ്രാഞ്ച് സമ്മേളനങ്ങൾ ജില്ലയിൽ പൂർത്തീകരിച്ചപ്പോ, ഇതുപോലെ കേരളത്തിലെമ്പാടും പാർട്ടി സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചപ്പോ എല്ലാ സമ്മേളനങ്ങളിലും നാം കണ്ടതെന്താണ്? പതിനായിരക്കണക്കായ ജനതയാണ് ആർത്തലച്ചു വന്നത്. അവരെ ആരും പ്രത്യേകം ക്ഷണിച്ചിട്ടും നിർബന്ധിച്ചിട്ടും ഒന്നും വന്നതല്ല. പ്രായമായവർ വടിയും കുത്തിപ്പിടിച്ച് വന്യവയോധികരടക്കം വന്നിട്ട് മുന്നിലിരുന്നിട്ട് പരിപാടി കഴിയുന്നത് വരെ അതിന്റെ ഭാഗമായി തീരുന്നു. എല്ലാ പരിപാടികളിലും കണ്ട പ്രത്യേകത എന്താണ്? ഇപ്പൊ എല്ലായിടത്തും കാണുന്ന ഒരു സവിശേഷത എന്താണ്? പതിനായിരക്കണക്കായ സ്ത്രീകളാണ് ഒരു കാലത്തും ഇല്ലാത്ത വിധത്തിൽ CPIM-ന്റെ പരിപാടികളിൽ, സമ്മേളനങ്ങളിൽ, മറ്റ് പരിപാടികളിലെല്ലാം വരുന്നത്. കഴിഞ്ഞ ദിവസം കണ്ടു, കോഴിക്കോട്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ജില്ലാ സ്ഥാനത്തിന്റെ ഉദ്ഘാടനം രാവിലെയാണ്. ഞാനൊക്കെ കരുതിയത് ഒരു 4,000 സ്ത്രീകളൊക്കെ വന്നു ചേരും എന്നാണ്. കോഴിക്കോട് നഗരത്തിന് ഉൾക്കൊള്ളാനാവാത്ത വിധത്തിൽ പതിനായിരക്കണക്കായ സ്ത്രീകൾ നാടിന്റെ നാനാഭാഗത്തുനിന്നുമായി ഒഴുകി വന്നത് കണ്ടിട്ട് നാട് ത്രസിച്ചു നിൽക്കേണ്ടി വന്നില്ലേ? എന്തുകൊണ്ടാണ് സ്ത്രീകൾ, പ്രായമായവർ, കുഞ്ഞുങ്ങൾ, ചെറുപ്പക്കാർ എല്ലാവരും ആർത്തലച്ചു വരുന്നത്? അവരൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുന്നു. ശത്രുക്കളെല്ലാം കൂടി ഈ ചെങ്കൊടി പ്രസ്ഥാനത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. എന്നാൽ ഒരു കൈ നോക്കാം, ഇതങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. ആ നിശ്ചയദാർഢ്യത്തോടുകൂടിയാണ്, ഉറച്ച നിലപാടുമായിട്ടാണ് എന്തിനേയും നേരിടാനും അത്തരം നീക്കങ്ങളെയെല്ലാം ചെറുക്കാനും തോൽപ്പിക്കാനുമുള്ള ഉൾക്കരുത്തുമായിട്ടാണ്, മനോധൈര്യവുമായിട്ടാണ്, ഉറച്ച നിലപാടുമായിട്ടാണ് ജനങ്ങളെല്ലാം ഒഴുകി വരുന്നത്. എന്താണ് ഇതിന് കാരണം? വേറെ ഒന്നുമില്ല. അവർ സ്വന്തം ജീവിതാനുഭവത്തിൽ ഒരു പരമമായ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, CPM ആണ് ഈ നാടിന്റെ രക്ഷ. ഇന്ന് ഞങ്ങളുടെ ജീവിതം ഈ നിലയിലേക്ക് മെച്ചപ്പെടുത്താൻ വഴിയൊരുക്കിയത്, അതിന് പാടുപെട്ടവർ, അതിനുവേണ്ടി പോരാടിയവർ, അതിനുവേണ്ടി ത്യാഗം സഹിച്ചവർ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന യാഥാർത്ഥ്യം അവരുടെ മനസ്സിൽ കുടിയിരിപ്പുണ്ട്. ഇതെല്ലാവരും മനസ്സിലാക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആക്രമിക്കാൻ വരുന്നവർ എല്ലാവരും മനസ്സിലാക്കണം. അവരുടെ മനസ്സിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനം. ഈ നാട്ടിലെ പതിനായിരക്കണക്കായ പാവപ്പെട്ട തൊഴിലാളി
കർഷക തൊഴിലാളി, ദരിദ്രരായ കൃഷിക്കാർ, ഇടത്തരക്കാർ, നാനാ വിഭാഗങ്ങളിൽപ്പെട്ട പതിനായിരക്കണക്കായ ലക്ഷോപലക്ഷം വരുന്ന സാധാരണ മനുഷ്യരുണ്ട്. അവരുടേതാണ് ഈ പാർട്ടി എന്നുള്ളത് ഞങ്ങൾ അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കുന്നു. ഈ പാർട്ടിക്ക് ഒരു അപകടം വന്നാൽ, ഈ പാർട്ടിക്ക് നേരെ വെല്ലുവിളി ഉയരുമ്പോ അവരെല്ലാം ആർത്തലച്ച് വന്നിട്ട് നിർത്തനാഥം മാടിത്തരം ആർജവത്തോടെ വില ചൂണ്ടി പറയും ഞങ്ങൾ പാർട്ടി പ്രവർത്തകന്മാർ, ഞങ്ങൾ അതിന്റെ കൂടെ മുൻപന്തിയിലുണ്ടാകും. ഞങ്ങൾക്ക് തിരിച്ചറിവുണ്ട്. ജനങ്ങൾ ആർത്തലച്ച് വന്ന് ഈ പാർട്ടിക്ക് നേരെ വരുന്ന കടന്നാക്രമണങ്ങളെ ചെറുക്കാനും പാർട്ടിയെ സംരക്ഷിക്കാനും അതുവഴി നാടിന് രക്ഷാകവചമൊരുക്കാനും പ്രയാസപ്പെട്ട് പാടുപെട്ട് ആർത്തലച്ച് മുന്നോട്ട് വരുമ്പോ അതിന്റെ കൂടെ ഞങ്ങൾ നിന്നില്ലെങ്കിൽ ഞങ്ങളെ തട്ടിമാറ്റി ജനങ്ങൾ മുന്നോട്ട് പോകും.